കേരളത്തിൻ്റെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്ക് ഇന്ന് ഏഹ്, അത് നിർവഹിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ചെയ്യുന്നത്, ആ കർമ്മം നിർവഹിക്കുന്നത്. ആദ്യ ഘട്ടത്തെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ രണ്ടാം ഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഈ രണ്ടാം ഘട്ടത്തിൽ സംഭവിക്കുക, ഇതാണ് പ്രധാനമായിട്ടും അറിയാനുള്ള ഒരു കാര്യം. എത്ര കോടി രൂപയാണ് ഇതിനായിട്ട് ചെലവഴിക്കുന്നത്? നമുക്കറിയാം, വിഴിഞ്ഞത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റ് ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായ മറ്റ് പല തുറമുഖങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. മദർഷിപ്പ് അടക്കമുള്ളവ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ ആഴം വളരെ വലുതാണ്, അതുകൊണ്ടുള്ള പല രീതിയിലുള്ള പ്രയോജനങ്ങളുണ്ട് എന്നൊക്കെയാണ്. ദുബായ്, കൊളംബോ പോലുള്ള തുറമുഖങ്ങൾ, ആ തുറമുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മികച്ച രീതിയിൽ വിഴിഞ്ഞത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും എന്നൊക്കെയാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ വാസ്തവമാണോ? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ കേരളത്തിൽ വ്യവസായങ്ങൾ വിജയിക്കുക എന്നുള്ളത് അത്ര സാധാരണമായിട്ടുള്ള ഒരു സംഭവമല്ല. ഈ ഒട്ടകം കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ഒരു വ്യവസായം വിജയിച്ചു കിട്ടാനായിട്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിഴിഞ്ഞം ആദ്യത്തെ കൊല്ലം തന്നെ അതിന്റെ ടാർഗറ്റിന് അപ്പുറത്തേക്ക് പ്രവർത്തിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത് വെറും ഊഹാപോഹങ്ങളല്ല. വിഴിഞ്ഞത്ത് അടുത്ത കപ്പലുകളുടെ എണ്ണവും അതുപോലെ കൈകാര്യം ചെയ്ത കണ്ടെയ്നറുകളുടെ എണ്ണവും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം, ആദ്യത്തെ കൊല്ലം 1 മില്യൺ TEU 20 ഫുട്ട് ഇക്വലന്റ് കണ്ടെയ്നർ യൂണിറ്റുകൾ വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് അത് 1.5 മില്യനായി. അതായത് 15.13 ലക്ഷം കണ്ടെയ്നറുകൾ, TEU കണ്ടെയ്നറുകളാണ് അവിടെ കൈകാര്യം ചെയ്തത്. തീർച്ചയായിട്ടും അഭിമാനകരമായ നേട്ടമാണ് ആദ്യത്തെ കൊല്ലത്തെ പ്രവർത്തനത്തിലൂടെ വിഴിഞ്ഞം കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിന്റെ ഇത്. നമുക്ക് വിശദമായിട്ട് ഞാൻ അതിലേക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ആദ്യം ഗൗതം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ രണ്ടാം ഘട്ട വികസന പരിപാടികൾ എന്നതുകൊണ്ട് എന്താണ് അത്, അല്ലെങ്കിൽ അതിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്രയാണ്, അതിന്റെ ചെലവ് എത്രയാണ് എന്നൊക്കെ. ഏതാണ്ട് 10,000 കോടി രൂപയോളം രണ്ടാം ഘട്ടത്തിലും മുതൽ മുടക്കപ്പെടുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 9,700 സംതിങ് 700-ലധികം കോടി രൂപയാണ് അവിടെ ഈ രണ്ടാം ഘട്ടത്തിന് ചെലവാകുന്നത്. അത് ഒരു പക്ഷേ തീരുമ്പോഴേക്കും കുറച്ചൊക്കെ വ്യത്യാസം വരും, അത് കൂടത്തേ ഉള്ളൂ, കുറയില്ല. അപ്പോൾ 10,000-11,000 കോടി രൂപയുടെ അടുത്തെത്താനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്ന വികസന പരിപാടികളെ കുറിച്ച് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ബർത്തിന്റെ നീളം, കപ്പലുകൾ അടുക്കുന്ന ബർത്തിന്റെ നീളം എന്ന് പറയുന്നത് 800 മീറ്റർ ആണ് ഇപ്പോൾ. ഏതാണ്ട് 1 കിലോമീറ്ററിനടുത്താണ്. അത് 2 കിലോമീറ്റർ നീളം ആകും. ഏറ്റവും അധികം നീളത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ബർത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് അതോടുകൂടി രണ്ടാം ഘട്ടം പണി പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം മാറും. ഇതാണ് ഒരു കാര്യം. പിന്നെ അവിടെ ഒരേ സമയം 4 മദർഷിപ്പുകൾക്ക് ചരക്കുകൾ ഇറക്കാനുള്ള, അല്ലെങ്കിൽ ട്രാൻസ്ഷിപ്മെന്റ് ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് മാറ്റാനായിട്ട് കരക്കേട്ട് ഇറക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. വലിയ 4 കപ്പലുകൾ ഒരേ സമയം ആ തുറമുഖത്ത് നങ്കൂരം. ഇത് വലിയൊരു നേട്ടമാണ്. പിന്നെ അവിടെ ഒരു മൾട്ടിപർപ്പസ് ബർത്ത് ഉണ്ടാവും. അതായത് ഇപ്പോൾ കൂടുതലും കണ്ടെയ്നറുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ബർത്തുകളാണ്. അത് മാറിയിട്ട് മൾട്ടിപർപ്പസ് ബർത്തുകൾ വരുന്നു. ലിക്വിഡ് ടെർമിനൽ വരുന്നു. അതായത് അവിടെ ഈ പറയുന്ന എണ്ണ അതുപോലുള്ള ദ്രവരൂപത്തിലുള്ള വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള ടെർമിനൽ അവിടെ വരികയാണ്. പിന്നെ അവിടുത്തെ യാർഡിന്റെ വികസനമുണ്ട്. അതായത് കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്ന യാർഡിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന 35,000 കണ്ടെയ്നറുകൾ എന്തോ ആണ് സൂക്ഷിക്കാൻ പറ്റുന്ന. അത് 1 ലക്ഷമായിട്ട് കൂടുകയാണ് കപ്പാസിറ്റി. കണ്ടെയ്നർ ഈ യാർഡിന്റെ കപ്പാസിറ്റി കൂടുകയാണ്. അവിടെ കൂടുതൽ സ്ഥലം അക്വയർ ഒന്നും ചെയ്യുന്നില്ല. കടൽ നികത്തിയിട്ട് 55 ഹെക്ടർ ഭൂമി രൂപപ്പെടും. ആ ഭൂമി പിന്നീട് ഇപ്പോൾ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കും. ഈ ലിക്വിഡ് ടെർമിനൽ വരുന്നതോടുകൂടി ബങ്കറിംഗ് എന്ന് പറയുന്ന, അതായത് കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാകും. കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുമ്പോഴേക്കും ഈ ദക്ഷിണ പൂർവേഷ്യയിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും അതുപോലെ മറ്റു ദക്ഷിണേഷ്യയുടെ ഇവിടേക്ക് ഇന്ത്യയിൽ തന്നെ വരുന്ന കപ്പലുകൾ
ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി വിഴിഞ്ഞത്ത് എത്താനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം അന്താരാഷ്ട്ര കപ്പൽ റൂട്ടിനോട് വളരെ ചേർന്ന് ഒരു 15 കിലോമീറ്റർ ഒക്കെ അടുത്താണ്, അത്രമാത്രമേ ദൂരമുള്ളൂ വിഴിഞ്ഞത്തിന്. അത് കാരണം ബങ്കറിംഗ് എന്ന് പറയുന്ന ഇന്ധനം, കപ്പലുകൾക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനം ആയിരിക്കും ഇവിടെ നിന്നും അവർ ശേഖരിക്കുന്നത്. അപ്പോൾ അതിന് സംസ്ഥാന സർക്കാരിന് ഏറ്റവും പ്രയോജനമുള്ള ഒരു പ്രവൃത്തിയാണ്. അതിന് നല്ല രീതിയിൽ നികുതി കിട്ടും. ഈ ഒന്നാം ഘട്ടത്തിന്റെ പ്രവർത്തനത്തിൽ കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പ് അനുസരിച്ച് ഒരു വർഷം കൊണ്ട് 710 കപ്പലുകൾ, മദർഷിപ്പുകൾ ഈ വിഴിഞ്ഞം പോർട്ടിലെത്തുകയും അവ ചരക്ക് കൈമാറ്റം അവിടെ നടക്കപ്പെടുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞ 15.13 ലക്ഷം TEU കണ്ടെയ്നറുകൾ അവിടെ കൈകാര്യം ചെയ്യപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ വെറും 10 ലക്ഷം കണ്ടെയ്നറുകൾ മാത്രമാണ് ലക്ഷ്യമിട്ടിരുന്നത്. അതിന്റെ സ്ഥാനത്താണ് 15 ലക്ഷം, അതായത് 1 മില്യന്റെ പകരമായിട്ട് 1.5 മില്യൺ കൈകാര്യം ചെയ്തു. അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, കേരളത്തിൽ ഒരു വ്യവസായം വിജയിക്കുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ഗൗതം ഇപ്പൊ ചോദിച്ചതുപോലെ പിന്നെ അതൊരു എന്താ, ദുബായ് പോർട്ടിനെയും അല്ലെങ്കിൽ കൊളംബോ ഇന്റർനാഷണൽ പോർട്ടിനെയും ഒന്നും കവച്ചു വെക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്കൊന്നും ഇതുവരെ വിഴിഞ്ഞം എത്തിയിട്ടില്ല. പക്ഷെ അവർക്കൊന്നും സാധിക്കാത്ത, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ വരെ ഇവിടെ പിന്നെ നങ്കൂരമിട്ടിട്ടുണ്ട്. അതാണ് വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ, അതായത് MSC വെറോണ എന്ന ലോകത്തിൽ ഏറ്റവും അധികം ആഴത്തിൽ ഡ്രാഫ്റ്റ് ഉള്ള കപ്പലാണ്. അത് വരെ വിഴിഞ്ഞത്തെത്തി. അതായത് എത്ര വലിയ കപ്പലുകൾക്ക്, നമ്മൾ ആദ്യമേ ഈ വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഡ്രാഫ്റ്റ് അവിടുത്തെ ആഴം കടലിനോട് ചേർന്നിട്ട് ഉള്ള ആഴം എന്ന് പറയുന്നത് ഏതാണ്ട് 24 മീറ്റർ വരെ ഉണ്ട്. അങ്ങനെ ഒരു തുറമുഖം, സ്വാഭാവിക തുറമുഖം ലോകത്തെങ്ങും അല്ലെ ഏഷ്യയിലെങ്ങുമില്ല. അപ്പോൾ അത് തികച്ചും ശരിയാണെന്ന് ആദ്യഘട്ടത്തെ പ്രവർത്തനം സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് ഈ മൺസൂൺ കാലത്തും അതുപോലെ പിന്നെ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലുമൊക്കെ ഏത് സമയത്തും വിജയകരമായിട്ട് ഇത്ര വലിയ കപ്പലുകൾ ഈ തുറമുഖത്ത് നങ്കൂരമിടുകയും കൊടുങ്കാറ്റും പേമാരിയുമുള്ള സമയത്ത് പോലും അവിടെ ഒരു അപകടം സംഭവിച്ചിട്ടില്ല. അത് കൃത്യമായിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ കണ്ടെയ്നറുകൾ ഇറക്കാനും ഇതൊരു ഓട്ടോമേറ്റഡ് തുറമുഖമാണ്. ഇതിൽ മനുഷ്യന് വളരെ പിന്നെ മനുഷ്യൻ പോയിട്ട് കണ്ടെയ്നർ ഇറക്കണ്ട. ഇത് ക്രെയിനുകൾ ഒരു കൺട്രോൾ റൂമിൽ ഇരുന്ന് പിന്നെ സ്വിച്ചുകളുടെ ആ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രം അവയെ നിയന്ത്രിക്കാം. ഇപ്പം നമുക്കറിയാം, ഈ കൊച്ചിയിലൊക്കെ ഒരു കാലത്ത് കൊച്ചിയിൽ നിന്നും കണ്ടെയ്നറുകൾ കൊല്ലത്തെ കശുവണ്ടി വ്യവസായികൾ പോലും തൂത്തുക്കുടിയിലേക്ക് അയക്കാൻ തുടങ്ങി. കാരണം കൊച്ചി തുറമുഖത്തെ കാലതാമസമായി, ചരക്ക് കൈകാര്യം ചെയ്യുന്നതിലുള്ള കാലതാമസം. അതൊന്നും വിഴിഞ്ഞത്തില്ല. വിഴിഞ്ഞത്ത് എല്ലാം യന്ത്രവൽകൃതമാണ്. പക്ഷെ എന്ന് വെച്ച് ആൾക്കാർക്ക് ജോലി കിട്ടണമെന്നില്ല. കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടും. അങ്ങനെ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം എല്ലാം കൊണ്ടും തുടക്കത്തിലെ വർഷം തന്നെ അതിന് വലിയ നേട്ടം ഉണ്ടാക്കി. ആദ്യ കൊല്ലം തന്നെ കേരള സർക്കാരിന് നികുതി ഇനത്തിൽ വിഴിഞ്ഞത്തു നിന്നും, ഞാൻ പറയുന്ന ലാഭവീതമല്ല, ലാഭവീതം വളരെ കുറച്ചേ ആദ്യം 1% എങ്ങോട്ടാ കിട്ടുകയുള്ളൂ. ഓരോ വർഷം കഴിയുമ്പോഴും അത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ നികുതി ഇനത്തിൽ ആദ്യത്തെ കൊല്ലം തന്നെ കേരള സർക്കാരിന് 106 കോടി രൂപ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് ലഭിച്ചതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് ഒരു നേട്ടമായിട്ട് തന്നെ ഞാൻ കാണും. ഇപ്പം പിണറായിയുടെ നേട്ടമാണോ, കേന്ദ്ര സർക്കാരിന്റെ നേട്ടമാണോ, അത് കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ നേട്ടമാണോ എന്നൊന്നും നമ്മൾ അതിലെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം കേരളത്തിന്റെ നേട്ടമാണ് എന്നുള്ള രീതിയിൽ നമുക്കത് കണ്ടാൽ മതി. ഇനി വരാനിരിക്കുന്ന ഈ പിന്നെ വികസന പ്രവർത്തനങ്ങൾ 2028 പൂർത്തിയാകും എന്നാണ് അവർ പറയുന്നത്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ ലക്ഷ്യം സാധിക്കും. ദൗർഭാഗ്യവശാൽ ഇതിന്റെ തുടക്കത്തിൽ കുറെ ഡിലേ ഉണ്ടായി. 2015 ഇതിന്റെ വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നതെങ്കിലും പിന്നീട് വന്ന കോവിഡ് ഒക്കെ കാരണം എനിക്ക് തോന്നുന്നു 2019 ആദ്യം പ്രവർത്തനം തുടങ്ങുമെന്ന് പറഞ്ഞു, അന്ന് നടന്നില്ല. 21 പറഞ്ഞു, അന്ന് നടന്നില്ല. 24 അതിന്റെ പ്രവർത്തനം തുടങ്ങി. പക്ഷെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ ഏതായാലും അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഒരു പിന്നെ കമ്പനി ഓൾറെഡി അവരുടെ നിയന്ത്രണത്തിലും അതുപോലെ തന്നെ എല്ലാ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സും ഒക്കെ ഉള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ആദ്യം ഇതിനെതിരെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ സമരം, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ ബ്രേക്ക് വാട്ടർ ഇപ്പം 3 കിലോമീറ്റർ ഈ ബ്രേക്ക് വാട്ടർ ഉള്ളത് 4 കിലോമീറ്റർ ആയിട്ട് അതിന്റെ നീളം കൂട്ടും. അല്ലെങ്കിൽ തന്നെ ആ പ്രദേശത്ത് ഈ പറയുന്ന അത്ര വലിയൊരു
ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നു വലിയ കടൽക്ഷോഭമൊക്കെ ഉണ്ടായിട്ട് അവിടെ കപ്പലുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. പക്ഷെ അങ്ങനെയൊന്നും പ്രായോഗിക തലത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഉണ്ടാകാനാണെങ്കിൽ ഒരു മൺസൂൺ സീസണിലാണ് ഉണ്ടാകേണ്ടത്. ഒരു മൺസൂൺ അതിജീവിച്ച ഒരു തുറമുഖം എന്ന് പറയുന്നത് പിന്നീട് അവിടെ അവർ എല്ലാ കാര്യങ്ങളിലും പ്രഡിക്റ്റബിൾ ആണ്. കാരണം എല്ലാത്തിനും വളരെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകളുണ്ട്. അങ്ങനെയുള്ള ഈ തുറമുഖത്ത് 2 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ബർത്തൊക്കെ വരുമ്പോഴേക്കും മാത്രമല്ല അത് വീണ്ടും അതിന്റെ നീളം കൂടും. ബർത്ത് ഇനിയും പറയുന്ന 4-ാമത്തെ 5-ാമത്തെ ഘട്ടമൊക്കെ എത്തുമ്പോഴേക്കും ബർത്തിന്റെ നീളം വളരെയധികം വർദ്ധിക്കും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അവിടെ ക്രൂയിസ് ടെർമിനൽ ഇപ്പോൾ ഈ 2-ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരികയാണ്. അതായത് ഈ വിനോദസഞ്ചാരികളുമായിട്ട് എത്തുന്ന കപ്പലുകൾക്ക് അവിടെ അടുക്കാൻ പറ്റും. അതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ആ പ്രദേശത്തിന്റെ വികസനം വേറൊരു തലത്തിലേക്ക് പോകുന്നത്. കാരണം ഇതിൽ വരുന്ന ഇപ്പോൾ വരെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ചരക്കുകൾ കൈമാറ്റം ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തി മാത്രമാണ് അവിടെ നടക്കുന്നത്. അവര് പിന്നെ ഒന്നും അധികം പുറത്തേക്ക് പോകുന്നില്ല. പക്ഷെ വിദേശ സഞ്ചാരികൾ വരുമ്പോൾ അവിടെ ഒരു കസ്റ്റംസിന്റെ ഒരു ഓഫീസ് വരികയും അവർക്ക് വിസ താൽക്കാലികമായിട്ട് കൊടുക്കുകയും അവർ പുറത്തേക്ക് വന്നിട്ട് അടുത്ത പ്രദേശങ്ങളിലോട്ടൊക്കെ യാത്ര ചെയ്യുകയും അങ്ങനെ ഹോട്ടലുകളും കോവളത്തിന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകും. അതുപോലെ ശംഖുമുഖം, തിരുവനന്തപുരം നഗരം ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ വികസിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്തായാലും വിഴിഞ്ഞം 12-ാം നൂറ്റാണ്ടിൽ പിന്നെ ചേര സാമ്രാജ്യത്തിന്റെ കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖമായിരുന്നു അത്. ചേര ചോള യുദ്ധങ്ങളുടെ 100 കൊല്ലത്തെ 100 years വാറിന്റെ കാലഘട്ടത്തിലാണ് അത് രാജേന്ദ്ര ചോളൻ അത് തകർത്തത്. എന്തായാലും ശരി, വിഴിഞ്ഞം അതിന്റെ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സൂചനകളാണ് നൽകുന്നത്. പിന്നെ അദാനി ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ വിഴിഞ്ഞത്തിന്റെ കാര്യം പരാമർശിച്ചിരുന്നു, വിഴിഞ്ഞത്തിന്റെ വികസനത്തിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അദാനിക്ക് ലാഭം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അദാനിക്ക് ലാഭം കിട്ടുന്നത് നമ്മൾ കണ്ണുകടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത്ര വലിയൊരു പദ്ധതി നടപ്പാക്കാനും ലോകത്ത് തന്നെ ഇത്രയും ഏറ്റവും അധികം തുറമുഖങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു വ്യവസായ ഗ്രൂപ്പായിട്ട് അദാനി മാറിക്കഴിഞ്ഞു. യൂറോപ്പ് തൊട്ട് ഇസ്രായേലിലെ ഹൈഫ തൊട്ട് പിന്നെ മ്യാൻമാറിലെ പോർട്ടുകൾ തൊട്ട് ശ്രീലങ്കയിലെ കൊളംബോയുടെ വെസ്റ്റേൺ ടെർമിനൽ വരെ നിയന്ത്രിക്കുന്ന അദാനി സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും അദാനിക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തെയും ലക്ഷ്യത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആര് ചെയ്താലും ആര് ലാഭം എടുത്താലും കേരളം വികസിച്ചാൽ മതി. അതിന് വെറുതെ ആരും കൊണ്ട് പണം മുടക്കത്തില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ്, അയാൾക്ക് ലാഭം നമുക്കും ലാഭം. എന്തായാലും വിഴിഞ്ഞം വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിഴിഞ്ഞത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വേണം. വ്യവസായങ്ങൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ തമിഴ്നാടിനാണ് അതിന്റെ ഗുണം. തമിഴ്നാട് തിരുനെൽവേലി ജില്ലയിൽ വിഴിഞ്ഞത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കേരള സർക്കാരും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടരും. ഭൂമിയില്ല എന്നൊന്നും പറയുന്ന കാര്യമില്ല. നമ്മുടെ ചർച്ചയിൽ ഞാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ കിഴക്ക് ഭാഗത്തും കൊല്ലം ജില്ലയുടെ കിഴക്ക് ഭാഗത്തും ധാരാളം പ്ലാന്റേഷൻസ് ഉണ്ട്. ഈ പ്ലാന്റേഷൻ ഏറ്റെടുത്താൽ മതി. പ്ലാന്റേഷൻ ഓണർമാർ കൊടുക്കാൻ തയ്യാറായിരിക്കും. കാരണം അവർക്കിപ്പോൾ അത്ര വലിയൊരു മെച്ചമൊന്നും പ്ലാന്റേഷനിൽ നിന്നില്ല. അങ്ങനെ തോട്ടങ്ങൾ അക്വയർ ചെയ്ത് അവിടെ വ്യവസായ ശാലകൾ വന്നിട്ട് കൂടുതൽ വ്യത്യസ്തമായ ഒരു വ്യവസായ സങ്കല്പവുമായിട്ട് കേരളം മുന്നേറുമെന്ന് എനിക്ക് തോന്നുന്നു. അത് പിണറായിക്ക് നേതൃത്വത്തിൽ ആയാലും വരും കാലം UDF ആണ് വരുന്നതെങ്കിൽ അവരുടെ നേതൃത്വത്തിലായാലും ഇനി BJP ഒരു കാലത്ത് ഭരിക്കുമ്പോൾ അവരുടെ നേതൃത്വത്തിലായാലും എനിക്ക് അതിൽ ഒരു കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. കേരളം വികസിച്ചാൽ മതി.